എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാട്ടിൽ പോയ സമയത്തുള്ള വീഡിയോ ആണിത്. മോനെയും കൊണ്ട് ഒന്ന് നാട്ടിൽ കുറച്ച് സ്ഥലത്ത് ചുറ്റാൻ ഇറങ്ങിയതാണ്. പിന്നെ അവനെ എന്നിട്ട് കുറച്ച് ചളി കൂടെയും പാടത്ത് കൂടെയൊക്കെ അങ്ങനെ നടത്തി. പണ്ട് അമ്മയൊക്കെ പോയ വഴിയൊക്കെ കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ടാണ് അവനെ കൊണ്ടുപോയത്. എന്നിട്ട് അവൻ പിന്നെ വരുമ്പം പറയുകയും ചെയ്തു അമ്മയുടെ ഒരു നാട് കാണിക്കില്ലെന്ന്. കാരണം അവനിങ്ങനെ ചളിവെള്ളത്തിൽ കൂടെയൊക്കെ അങ്ങനെ നടത്തിയിട്ടാണ് കൊണ്ടുപോയത്. അതായത് കുറച്ചൊന്നും ആയിരുന്നില്ല, ചളി നല്ലോണം കാല് പൂന്തി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. കാരണം അവനങ്ങനെ നടക്കുന്ന സമയത്ത് അവൻ്റെ കയ്യും പിടിച്ചിട്ട് പതുക്കെ അവനെ അപ്പുറത്ത് എത്തിക്കുകയായിരുന്നു. അതുകൊണ്ട് ആ ചളിയിൽ പൂണ്ട് പോയതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ആ ചളിയൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ട് അവൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അവന് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പോയതൊക്കെ. അവൻ നല്ലോണം എൻജോയ് ചെയ്തു. അവിടെ 1-2 വീട്ടിലൊക്കെ പോയതായിരുന്നു. ഈ ഇലയ്ക്ക് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുക? ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുക ഉപ്പൂത്തി ഇല എന്നാണ്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു പശ പോലെ ഉണ്ടാവും. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഈ ഒരു പശ വെച്ചിട്ട് സ്റ്റാമ്പ് അതേപോലെ ചിത്രങ്ങളൊക്കെ ഒട്ടിക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒട്ടിക്കാൻ എടുക്കുമായിരുന്നു. പശയാണ് എന്ന് പറഞ്ഞപ്പോൾ മോനത് കയ്യിലൊക്കെ പരീക്ഷിച്ച് നോക്കുന്നത് കണ്ടു. ഇത് പാലക്കാടൊന്നും കണ്ടിട്ടില്ല, ഇനി ഉണ്ടാവുമോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. നിങ്ങളെ നാട്ടിൽ ഇങ്ങനെയൊന്നും ഉണ്ടോ? ഇതിനെന്താണ് പറയുക? പിന്നെ അതുപോലെ ഇത് നല്ല വലിയ മരം ആവുന്നതാണ്. ചെറിയ ചെടിയല്ല, നല്ല വലിപ്പത്തിലുള്ള മരമാവും. ഇതങ്ങനെയുള്ള വെള്ളത്തിൽ കൂടെ ചവിട്ടി വരുന്നത് മാത്രം വീഡിയോ എടുത്തു. ഇവിടെ ഒന്നും പിന്നെ അധികം ചളി ഉണ്ടായിരുന്നില്ല. ചളിയുള്ള സ്ഥലമൊക്കെ കഴിഞ്ഞ ശേഷമേ വീഡിയോ എടുത്തുള്ളൂ. ഇത് അവിടെ ഇല്ലത്ത് പോയതാണ്. ഇല്ലത്തെ കുളത്തു നിന്നാണ് അവൻ കാല് കഴുകിയിട്ടുണ്ടായിരുന്നത്. പണ്ട് ഞങ്ങളൊക്കെ കുളിക്കാറുണ്ടായിരുന്നു ഈ കുളത്തിൽ. അപ്പോൾ അതൊക്കെ അവന് കാണിച്ചു കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അവൻ മുമ്പും വന്നിട്ടുണ്ട് ഇല്ലത്ത്, പക്ഷെ അവനത് ഓർമ്മ ഉണ്ടായിരുന്നില്ല അധികമൊന്നും. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വെച്ചിട്ടാണ് അങ്ങനെ പോയത്. പിന്നെ തിരിച്ചു വരുമ്പോൾ നേരെ വഴിക്ക് തന്നെ വന്നു. അധികം ചളിയൊന്നും ഇല്ലാത്ത വഴിക്കാണ് തിരിച്ചു വരുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ ഫുള്ള് വയലായതുകൊണ്ട് പിന്നെ അവിടെ മഴ പെയ്ത സമയമായതുകൊണ്ട് നല്ലോണം ചളി ഉണ്ടായിരുന്നു എല്ലാ സ്ഥലത്തും. അപ്പോൾ തിരിച്ച് വരുന്ന വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ചളിയില്ലാതെ റോഡിൽ കൂടെ തന്നെ അങ്ങനെ വന്നു. പിന്നെ ഈ ഒരു ഇടവഴി കൂടെ കാണിച്ചു കൊടുത്ത് ഈ ഒരു വഴി കൂടെയാണ് അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ആ ഇടവഴിയൊക്കെ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഇടവഴിയായിരുന്നു. ഈ വഴിക്ക് ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ കുരുട്ടിടാന്നായിരുന്നു പറയുക. ഇതിപ്പോൾ കുരുട്ടിടാന്നൊന്നും പറയാനില്ല, കാരണം കുറച്ച് വീതി ഉണ്ടല്ലോ. കുരുട്ടിടാന്ന് പറയുന്നത് അത്രയും ചെറിയ വീതി കുറഞ്ഞ് അത്രയും ഉള്ള ഇടവഴിയായിരുന്നു. നല്ല ഇരുട്ടും തണുപ്പും ഒക്കെ ആയിരുന്നു ആ ഒരു ഇടവഴികളിലൂടെയൊക്കെ പോകുന്ന സമയത്ത്. കാരണം അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിറയെ മരങ്ങളും അങ്ങനെ കാട് പിടിച്ച പോലെ കിടക്കുകയായിരുന്നു. പേടിയായിരുന്നു പോവാൻ. ഇപ്പോൾ ഇതൊക്കെ കുറച്ചും കൂടെ വീതിയായി. മോനിപ്പോൾ കയറി പോകുന്ന ആ വലതു ഭാഗത്തേക്കുള്ള വഴിക്കായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ഈ വഴിക്കും വന്നു. അവനെ അപ്പോൾ ആ വഴിയൊന്ന് കാണിച്ചു കൊടുത്താൽ നമ്മൾ പോയ വഴി ഇതാണ് എന്നും പറഞ്ഞ് കാണിച്ചു കൊടുത്തതാണ്.